ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കേക്കിൻ്റെ വ്ളോഗും ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്യാൻ പോണത് 2 കേക്കിൻ്റെ ഡെക്കറേഷൻ വർക്കുമാണ്. പിന്നെ ഇതിൽ മഷ്റൂമിൻ്റെ റെസിപ്പി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി എല്ലാവരും മിസ് ചെയ്യാതെ കാണുക. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ചെയ്യാൻ പോണത് റെഡ് വെൽവെറ്റിൻ്റെ ഡെക്കറേഷൻ വർക്കാണ് കേട്ടോ. അപ്പോൾ ഇത് വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ്. ഇപ്പോൾ ഇത് രണ്ടിൻ്റെ ഡെക്കറേഷനും മിസ് ചെയ്യാതെ തന്നെ കാണുക കേട്ടോ. അപ്പോൾ നമുക്ക് ചെയ്യാൻ തുടങ്ങാം. ഇപ്പോൾ ഇത് ഞാൻ ക്രം കോട്ടൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കേക്കുമ്മൽ ഞാൻ ക്രീമൊക്കെ ആഡ് ചെയ്തിട്ട് വെച്ചിട്ടുള്ളതാണ്. ഇനി ഇതിൻ്റെ ലാസ്റ്റ് ഫിനിഷിംഗ് വർക്കാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ കേക്കൊന്ന് ലെവൽ ചെയ്തെടുക്കുകയാണ്. ഇതുപോലെ സ്ലോ ആയിട്ടാണ് ഇത് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. എങ്കിലേ നമുക്ക് ആ ക്രീം നമ്മൾ വിചാരിച്ച രീതിയിൽ ഫിനിഷിങ്ങിൽ കിട്ടുള്ളൂ. ഇത് സിമ്പിളായിട്ട് ചെയ്തിട്ടുള്ളൊരു കേക്കാണ്. ഇപ്പോൾ ഇത് ഞാൻ ലെവലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സൈഡുകളിൽ കേക്ക് ബോർഡും നല്ല ക്രീമുകളൊക്കെ ആയിട്ടുള്ളതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ സൈഡിൽ ഞാൻ കേക്കിൻ്റെ ക്രംസ് വെച്ചിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ ക്രംസ് ഉണ്ടാക്കാൻ ഈസി ആയിട്ട് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ കേക്കിൻ്റെ മുകൾ ഭാഗത്ത് നിന്ന് കുറച്ച് കട്ട് ചെയ്തെടുക്കുക. അത് ഒരു പാനിൽ വെച്ചിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് മിക്സിയുടെ ജാറിട്ടിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി. ഇല്ലെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് കട്ടയാക്കി എടുത്തിട്ട് അതൊന്ന് മിക്സിയുടെ ജാറിട്ടിട്ട് പൊടിച്ചെടുത്താലും മതി കേട്ടോ. ഒന്നും കൂടി ബെറ്റർ ആയിട്ടുള്ളത് ഇങ്ങനെയാണ്, പാനിൽ വെച്ചിട്ട് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒന്നും കൂടി ഒരു ഫിനിഷിങ്ങും നല്ലൊരു കളറൊക്കെ കിട്ടും കേട്ടോ നമ്മുടെ കേക്കിൻ്റെ ഡെക്കറേഷൻ ചെയ്യുമ്പോൾ. അപ്പോൾ ഇത്ര സിമ്പിളായിട്ടുള്ളൊരു കേക്കാണ് ഞാൻ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇതിന്മേൽ വേറെ വർക്കൊന്നും ഞാൻ കൊടുക്കണില്ല, ഇതിന്മേൽ പേര് ചെയ്ത് മാത്രമേ ഉള്ളൂ കേട്ടോ ചെയ്യുന്നത്. ഇനി ഞാൻ അടുത്ത് ചെയ്യുന്നത് വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ എല്ലാതും സെറ്റാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതുമേൽ ഫിനിഷിംഗ് വർക്ക് മാത്രമേ ചെയ്യാനുള്ളൂ കേട്ടോ. പിന്നെ ഇതിൻ്റെ ഞാൻ ഈ വൈറ്റ് ചോക്ലേറ്റ് ഒക്കെ ഗ്രേറ്റ് ചെയ്യേണ്ട വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാവരും ഒന്ന് കണ്ടു നോക്കുക, ഇതുപോലെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. പിന്നെ അതെങ്ങനെയാണ് നമ്മൾ കേക്കുമേൽ വെച്ച് കൊടുക്കേണ്ടതെന്നൊക്കെ അതിൻ്റെ വീഡിയോ ആണത്. അപ്പോൾ അതെല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. പിന്നെ ഇനിയാണ് നമുക്ക് ഇതിൻ്റെ മുകളിലാണ് ഡെക്കറേഷൻ വർക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഞാൻ ചെയ്യുന്നത് സ്റ്റാർ നോസിൽ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ സ്റ്റാർ നോസിൽ വെച്ചിട്ട് നമുക്ക് പല ഡിസൈൻ ചെയ്യാം. അപ്പോൾ റോസ് ഫ്ലവർ വരക്കാനും തന്നെ നോസിൽ വെച്ചിട്ട് വരക്കാൻ കഴിയാത്തവർക്കൊക്കെ ഇത് വെച്ചിട്ട് വരച്ചാൽ മതി. അപ്പോൾ നല്ലൊരു റോസ് ഫ്ലവറിൻ്റെ ഫിനിഷിങ് കിട്ടും. ഇതുപോലെയാണ് ചുറ്റിച്ചെടുക്കേണ്ടത് കേട്ടോ. ഒരു സൈഡിൽ നിന്ന് തുടങ്ങി ആ സൈഡിൽ തന്നെ അവസാനിച്ചെടുക്കണം. അപ്പോഴേ നമുക്ക് ആ റോസ് ഫ്ലവറിൻ്റെ ഫിനിഷിങ്ങിൽ കിട്ടുള്ളൂ. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് ഫുള്ള് ചുറ്റിച്ചിട്ടുണ്ട്. ഫസ്റ്റ് വലിയ റോസ് ഫ്ലവർ ആക്കിയിട്ട് പിന്നെ ചെറുതാക്കിയിട്ടാണ് കേട്ടോ. അപ്പോൾ 2 സൈഡും കോണിൽ നിന്നാണ് ഞാൻ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ മൊത്തമായിട്ട് ഞാൻ റോസ് ഫ്ലവർ ചുറ്റിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ വിപ്പിംഗ് ക്രീമിൽ ഗ്രീൻ കളർ ആഡ് ചെയ്തിട്ട് ഞാൻ ലീഫ് ഇതുപോലെയാണ് കേട്ടോ വരച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് പേരെഴുതി തുടങ്ങാം. പിന്നെ ഞാൻ ഇതിൻ്റെ ഈ റോസ് ഫ്ലവറിൻ്റെ മുകളിൽ കൂടി ഞാൻ സ്പ്രേ കളറാണ് സ്പ്രെഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കാണാൻ കുറച്ചും കൂടി ഒരു ഗാർണിഷിങ്ങും ഗ്ലൈസിങ്ങും ഒക്കെ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഇനി കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ അതുപോലെ ഒന്ന് ചെയ്യുക. പിന്നെ അതിലേക്ക് ആഡ് ചെയ്യുന്നത് മഷ്റൂമിൻ്റെ ഒരു റെസിപ്പിയും കൂടിയാണ് കേട്ടോ. മഷ്റൂം വറ്റിച്ചെടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മുടെ പറമ്പിൽ നിന്നൊക്കെ കിട്ടിയിട്ടുള്ളതാണ്. എൻ്റെ ഫ്രണ്ട് എനിക്ക് ക്ലീൻ ചെയ്തിട്ടാണ് കേട്ടോ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നത്. നല്ല ഫ്രഷ് ആയിട്ടുള്ള മഷ്റൂമാണ്. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് എന്നിട്ട് ഇത് വെച്ച് കഴിഞ്ഞിട്ട്. അപ്പോൾ ഇതെങ്ങനെ കുക്ക് ചെയ്യണം നമുക്ക് നോക്കാം. അപ്പോൾ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ ഇത്. ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയും പേസ്റ്റും പിന്നെ കാന്താരി മുളകാണ് കേട്ടോ. അത് പൊട്ടിച്ചിട്ടുമാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. കാന്താരി മുളക് ഇട്ടിട്ട് ചെയ്യുമ്പോൾ അതിന് പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്, നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. അപ്പോൾ ഞാൻ കൂടുതൽ മസാലകളൊന്നും ഇതിൽ ചേർക്കണില്ല. അത് ചേർത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മഷ്റൂമിൻ്റെ കറക്റ്റ് ടേസ്റ്റും ഫ്ലേവറൊന്നും കിട്ടില്ല കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ഒരു മീഡിയം ലെവലിലാണ് എല്ലാതും ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം എരിവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കാന്താരി മുളക് പൊട്ടിച്ചിട്ടിട്ടുള്ളത്.
ഇനി ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ അളവൊന്നും ഞാൻ പറയണില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. കൂട്ടിയും കുറച്ചൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി, പിന്നെ ഇത്തിരി പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കരുത്, കാരണം മഷ്റൂമിൽ അത്യാവശ്യം വെള്ളം അടങ്ങി നിൽക്കുന്നുണ്ടാകും. അപ്പോൾ അതൊന്ന് തിള വരുമ്പോൾ തന്നെ ആ വെള്ളമൊക്കെ പുറത്ത് വരും. അപ്പോൾ അതിന് ഉണ്ടാവും നമുക്ക് മഷ്റൂം വെന്ത് കിട്ടാൽ അതിലെ വെള്ളം. അപ്പോൾ അതിലേക്ക് വെള്ളം ആഡ് ചെയ്യേണ്ട. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ ചെയ്യുന്നത് മൺചട്ടിയിലാണ് കേട്ടോ. അപ്പോൾ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിന്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ സവാള കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ കറിവേപ്പിലൊക്കെ അത്യാവശ്യം നല്ലപോലെ ഇട്ട് കൊടുക്കുക കേട്ടോ. കറിവേപ്പിൻ്റെ ടേസ്റ്റൊക്കെ ഇതിലേക്ക് നല്ലതുപോലെ ആഡ് ആകും. അപ്പോൾ നമ്മൾ ഈ മഷ്റൂമിന് തന്നെ പ്രത്യേക ടേസ്റ്റാണ്. ഇതെല്ലാം പാടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അത്യാവശ്യം ഇപ്പോൾ ഒരു 20 മിനിറ്റൊക്കെ ഇത് കുക്കാവാൻ വേണ്ടിയിട്ട് ടൈം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് തുറന്ന് നോക്കുക കേട്ടോ. എന്നിട്ട് പിന്നെ ഇതിൻ്റെ വെള്ളത്തിനനുസരിച്ചാണ് പിന്നെ കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഇപ്പോൾ ഞാൻ മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ തുറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിലേക്ക് അത്യാവശ്യം എന്താ വെള്ളമൊക്കെ ഇറങ്ങി വന്ന് നല്ലതുപോലെ വെള്ളമൊക്കെ ഉണ്ട്. ഇനി ഇതിൽ മസാലകളൊക്കെ കുറവുണ്ടെങ്കിൽ എരിവൊക്കെ കുറവുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ചിട്ട് ഞാൻ 10 മിനിറ്റും കൂടി വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ആ വെള്ളമൊക്കെ നല്ലോണം വറ്റിയിട്ട് നല്ല വരട്ടിയ രൂപത്തിലായി വരും. അപ്പോൾ നമ്മൾ മഷ്റൂമും തന്നെ അത്യാവശ്യം നല്ലതുപോലെ വെന്ത് കിട്ടും. ഇപ്പോൾ രണ്ടു വെള്ളമൊക്കെ വറ്റിയിട്ട് നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ വറ്റി നല്ലതുപോലെ ഒന്ന് വരട്ടിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇതിന്. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കോക്കനട്ട് ഓയിലാണ്. അത് ഇങ്ങനെ പച്ചക്കാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. അതിന് പ്രത്യേക മണമാണ് കേട്ടോ. എന്നിട്ട് ഇത് മൂടി വെച്ചിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നമ്മളിത് തുറന്നെടുക്കേണ്ടത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.